ശ്രീ കെ കെ ബാബുരാജിൻ്റെ പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന ഈ പുസ്തകത്തിലെ ലേഖനങ്ങളായിട്ട് പലപ്പോഴും പല ആനുകാലികങ്ങളിൽ നേരത്തെ വായിച്ചിട്ടുണ്ട്. പിന്നീട് ഇതൊരു പുസ്തകമായി 10-30 ലേഖനങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് ഞാൻ ഒട്ടാകെ വീണ്ടും വായിക്കുകയുണ്ടായി. അങ്ങനെ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ധാരാളം അടരുകൾ, അതിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വായിക്കാവുന്ന പല അടരുകൾ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ അന്തസത്തയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാടാണ്. അതിൽ നിന്ന് ചില ഘടകങ്ങളെ മാത്രം കോർത്തിണക്കി ഇതൊരു ലേഖന സമാഹാരമാണെങ്കിലും ഈ ലേഖന സമാഹാരങ്ങളിൽ ഉൾപ്പെടുന്ന, ഈ ലേഖന സമാഹാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നൂല് ഉണ്ടാകുമോ എന്നാണ്, അതിനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന, അതിൽ നിന്നൊരു യുക്തി നമ്മൾക്ക് കണ്ടെടുക്കാൻ കഴിയുമോ, അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കും, അതിൻ്റെ ഘടന എന്താണ് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല അടരുകൾ ഈ ലേഖനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ്, ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 40കൾക്കൊക്കെ മുന്നേ അല്ലെങ്കിൽ 47-ന് മുന്നേ, സ്വാതന്ത്ര്യത്തിന് മുന്നേ നാം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രീയം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് 47-ന് ശേഷമുള്ള നമ്മളുടെ ഒരു കാഴ്ചപ്പാട് അത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്നാണ്. ഇന്ത്യൻ ദേശീയതയുടെ വ്യവഹാരങ്ങൾക്കും അതിന് ഇടപെടലുകൾക്കൊക്കെ ഉള്ളിലാണ് രാഷ്ട്രീയം എന്നതിൻ്റെ ഒരു അർത്ഥത്തെ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ 47-ന് മുന്നേ അല്ലെങ്കിൽ 47-ൻ്റെ പരിസരങ്ങളിൽ നാം അന്വേഷിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥം വളരെ വ്യത്യസ്തവും, രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ നാം ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ള ഡോക്ടർ അഷ്റഫ് എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയും, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ്, അത് വളരെ ഓവർ റേറ്റഡ് ആണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന 47കളുടെ ഒരു പരിസരത്തൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങളും 47 മുന്നേ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് സാമുദായികതയുടെ ഒരു രാഷ്ട്രീയം, ഈ പുസ്തകത്തിന് മറ്റൊരു പേര് ഇടുകയാണെങ്കിൽ അത് സാമുദായികതയുടെ പുസ്തകം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ 47കൾക്ക് മുന്നുള്ള അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമുദായികതയാണ് ആ കാലഘട്ടത്തിനെ മനസ്സിലാക്കാൻ നാം ഉപയോഗിച്ചിരുന്ന ഒരു സൂചകം എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്ന വാക്കിനെ 30കളിലൊക്കെ മലയാളത്തിൽ സോഷ്യോളജിയുടെ ഒരു ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ, ഇന്ന് നാം സോഷ്യോളജിയുടെ സാമൂഹ്യ ശാസ്ത്രം എന്നാണ് നമ്മൾ ഇന്ന് അതിനെ വിവർത്തനം ചെയ്യുന്നത്. എന്നാൽ 30കളിലൊക്കെ സോഷ്യോളജിയെ നാം ഇത് ചെയ്തിരുന്നത്, തർജ്ജമ ചെയ്തിരുന്നത് അതൊരു സമുദായ ശാസ്ത്രമെന്നാണ്. നാം ഇന്ന് കരുതുന്നത് പോലെ സാമൂഹ്യ ശാസ്ത്രമല്ല, അത് സമുദായ ശാസ്ത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യവഹാരങ്ങളിൽ സമുദായം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെയേറെ ആഴത്തിൽ പിടിച്ചടക്കുന്ന ഒരു കാര്യമാണ്. ഈ സമുദായത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പിൽക്കാലത്ത് ദേശീയത, ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വ്യവഹാരം രൂപപ്പെടുത്തിയെടുക്കുന്നത്. പിൽക്കാലത്തെ സമുദായത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നാം സാമുദായികതയുടെ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കാൻ നിർബന്ധിതരായി. ഒരു മാനദണ്ഡമായി അല്ലെങ്കിൽ എല്ലാത്തിനെയും നിർണ്ണയിക്കുന്ന ഒരു അളവുകോലായി രാഷ്ട്രീയം മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാതിൻ്റെയും പുറമേ ഉള്ളത് രാഷ്ട്രീയമാണെന്നും, ഇപ്പോൾ സാമുദായികതയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമുദായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ എന്ന തലത്തിലേക്ക് രാഷ്ട്രീയം അതിൻ്റെ അധീശത്വം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന വാക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദേശീയതയുമായി ബന്ധപ്പെടുകയും ഏതെങ്കിലും തരത്തിൽ ദേശീയതയുമായി ബന്ധമില്ലാത്ത എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധമില്ലെന്ന് കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ രാഷ്ട്രീയത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. അങ്ങനെ പുറത്താക്കപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കീഴാള. അപ്പോഴും രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കാതെ നമുക്ക് പറയാൻ കഴിയുകയില്ല, അത് ഭാഷയുടെ ഒരു കുഴുക്കാണ്. കീഴാള രാഷ്ട്രീയം അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ സാമുദായികതയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്രീയം എന്ന സങ്കല്പത്തിനുള്ളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ പുസ്തകം തിരിച്ചു പിടിക്കുന്നത് സാമുദായികതയുടെ രാഷ്ട്രീയമാണ്.
അതാണ് ഈ പുസ്തകത്തിൽ, ഒരുപക്ഷെ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രധാന പല ലേഖനങ്ങളും ചേർത്ത് വെച്ച് വായിച്ചാൽ എങ്ങനെയാണ് സാമുദായികമായ ഒരു രാഷ്ട്രീയ കോണ് നമുക്ക് ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇതിൽ ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പുസ്തകം ഫാസിസത്തെക്കുറിച്ച് പറയുന്നത്, അതുപോലെ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഫാസിസത്തെക്കുറിച്ച് നോക്കുക. ഫാസിസത്തെക്കുറിച്ച് ഈ പുസ്തകം പറയുന്ന ഒരു കാര്യം, അത് ന്യൂനപക്ഷ വിരുദ്ധതയുടെയും സംവരണത്തിന്റെയും അതുപോലെ സംവരണ വിരുദ്ധതയുടെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും രാഷ്ട്രീയമായിട്ടാണ് ഫാസിസത്തെ ഈ പുസ്തകം മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഫാസിസത്തെ വർഗീയതയുടെ ഒരു പ്രത്യയശാസ്ത്രമായി, ഫാസിസത്തിന്റെ അടിസ്ഥാനത്തെ വർഗീയതയായി മനസ്സിലാക്കുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രവും മറ്റൊരു ചിന്താധാരയും ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ വ്യാപകമാണ്, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ വ്യാപകമാണ്. ഈ പുസ്തകം അപ്പോൾ എന്താണ്, ചരിത്രപരമായി എന്താണ് വർഗീയത, വർഗീയതയിലൂടെ ഈ പറയുന്ന ഏതൊക്കെ സമുദായങ്ങൾ പുറത്തു പോകുന്നു, വർഗീയത എന്ന സങ്കല്പത്തിൽ ഏതൊക്കെ സമുദായങ്ങളെ പുറത്താക്കുന്നു, ഫാസിസം എന്ന സങ്കല്പത്തെ മനസ്സിലാക്കുമ്പോൾ ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ വിഭാഗങ്ങൾ പുറത്തു പോകുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വർഗീയത, ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. വർഗീയതയെ കുറിച്ച് നമുക്കറിയാം. എന്താണ് വർഗീയത? നമ്മളുടെ പഴയ സ്പീക്കറായിട്ടുള്ള സീതി സാഹിബിനെ കുറിച്ച് ഒരു 50കളിൽ ഒരു ലേഖനം പറയുന്നത് അദ്ദേഹം മഹാനായ ഒരു വർഗീയവാദിയായിരുന്നു എന്നാണ്. അദ്ദേഹം മഹാനായ ഒരു വർഗീയവാദി എന്നാണ് സീതി സാഹിബിനെ കുറിച്ചുള്ള പുസ്തകം പറയുന്നത്. 30കളിലെ മാതൃഭൂമി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അദ്ദേഹം ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്ക്, നാം ഒക്കെ വർഗീയ ഉത്കർഷേച്ഛയുള്ള ആളുകളായി മാറണമെന്നാണ്. നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നമുക്കൊരു വർഗീയ ഉത്കർഷേച്ഛ ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പോൾ വർഗീയത എന്ന് പറയുന്ന വാക്ക് വളരെയേറെ പോസിറ്റീവായി ഉപയോഗിക്കുകയും കീഴാള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന കൂടി ചെയ്തിരുന്ന ഒരു വാക്കായിട്ടാണ് വർഗീയത അവതരിപ്പിക്കപ്പെടുന്നത്. അത് പുതിയ കാലത്ത്, വളരെ പഴയ കാലത്തുള്ള കാര്യമല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ചുള്ള ഒരു ലേഖനം വായിച്ചപ്പോൾ, ഒരു സോവിനിയർ കണ്ടപ്പോൾ, ആ സോവിനിയറിലും ഉപയോഗിക്കുന്നത് വർഗീയത എന്ന വാക്കിനെ കുറേയൊക്കെ പോസിറ്റീവായ അർത്ഥത്തിലാണ്, സാമുദായികമായ അർത്ഥത്തിലാണ്. അപ്പൊ ഈ സാമുദായികമായ അർത്ഥത്തിലുള്ള ഈ വാക്കുകളെയൊക്കെ തിരിച്ചു വെക്കുകയും കീഴാള രാഷ്ട്രീയത്തെ പുറത്തള്ളുകയും ചെയ്തുകൊണ്ടാണ് ദേശീയത സംഭവിക്കുന്നത്. അപ്പൊ ദേശീയതയുടെ നിർമ്മിതി യഥാർത്ഥത്തിൽ ചില വിഭാഗങ്ങളെ പുറത്താക്കുക മാത്രമല്ല, അത് ഭാഷയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും നമുക്ക് വാക്കുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയം എന്ന് പറയുന്ന ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സാമുദായികത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ ഈ വാക്ക് അത്യാവശ്യമാണ്. ഈ വാക്കില്ലാതെ എനിക്ക് കാര്യം പറയാൻ കഴിയാത്ത രീതിയിൽ ഈ വാക്ക് ഒരു കുരുക്കായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശ്രീ KKBയുടെ പുസ്തകത്തിലെ ഫാസിസത്തെ അദ്ദേഹം നിർവചിക്കുന്നത്, അല്ലെങ്കിൽ ഫാസിസത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നത് വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഒന്നായിട്ടല്ല, അത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെയും സംവരണത്തിന്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ്, അതിനെതിരെയുള്ള ഒരു രൂപകം എന്ന രീതിയിലാണ്, അതിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഫാസിസത്തെ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ രീതിയിൽ മറ്റൊന്നുകൂടി നമുക്ക് കാണാം. അതായത് ഫാസിസം എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് മുന്നിൽ അവതരിച്ചിരിക്കുന്നു. ഈ ഫാസിസത്തെ നാം വേർതിരിക്കും, ഈ ഫാസിസത്തെ നാം എതിരിടുന്നതിന് വേണ്ടി വർഗീയത എന്ന് പറയുന്ന ഒരു രൂപകം നാം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാതൃക നാം ഉപയോഗിക്കുന്നു. മറ്റൊരു മാതൃക, അത് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന മറ്റൊരു മാതൃക നാം ഉപയോഗിക്കുന്നു. അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു മാതൃകയാണ് പുരോഗമനം എന്ന് പറയുന്ന മറ്റൊരു മാതൃക. അതും ഇത്തരത്തിലുള്ള ചിന്താധാരകളെ ഈ പുസ്തകം പ്രശ്നവൽക്കരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പുരോഗമന കേരളം എന്ന് പറയുന്ന ഒരു കാര്യം. വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ KKB പറയുന്ന ഒരു കാര്യമുണ്ട്, വർഗീയത അത് നിർവചിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതായത് വർഗീയത എന്ന് പറയുന്നത് നാം എല്ലായ്പ്പോഴും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുള്ളൊരു കാര്യമാണ്. ദേശീയോദ്ഗ്രഥന സമിതി 60കൾ ചേരുന്ന സമയത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്താണ്? വർഗീയത എന്നുള്ളതാണ്. കാരണം 47 ഇന്ത്യ സ്വതന്ത്രമാവുന്നു. ആകുന്ന സമയത്ത് മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഉടനടി പിരിച്ചുവിടണം. മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് പറയുന്നു, നിങ്ങൾ ഉടനടി പിരിച്ചുവിടണം. കാരണം മുസ്ലിങ്ങൾ സംഘടിക്കുന്നത് വർഗീയതയാണ്. അപ്പോൾ ഇവർ അപ്പോൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെ മുസ്ലിങ്ങൾ സംഘടിക്കാം? രാഷ്ട്രീയമായി സംഘടിക്കാമോ? ചിലർ പറയുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയമായി സംഘടിക്കാൻ അവകാശമില്ല.
ചിലർ പറയുന്നു എങ്ങനെ മറ്റു രീതിയിൽ രാഷ്ട്രീയേതരമായി നിങ്ങൾക്ക് സംഘടിക്കാം, അത് കുഴപ്പമില്ല. ചിലർ പറയുന്നു രാഷ്ട്രീയേതരമായും സംഘടിക്കാൻ പാടില്ല, മതസംഘടനകൾ ഉണ്ടാക്കാനും പാടില്ല. അങ്ങനെ മുസ്ലിങ്ങൾ സംഘടിക്കുന്നതിന് വർഗീയതയായി തരംതിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ ഒരു ദേശീയോദ്ഗ്രഥന സമിതി ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഒരു ദേശീയോദ്ഗ്രഥന സമിതി നെഹ്റു വിളിച്ചു ചേർക്കുന്നത്. അശോക് മാക്തി ആയിരുന്നു അതിന്റെ ചെയർമാൻ. ഈ സമയത്ത് സീതി സാഹിബും ആ സമയത്തുണ്ടായിരുന്ന ഇസ്മായിൽ സാഹിബും ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കളും തെളിവ് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ടു. അവർ അതിൽ തെളിവ് കൊടുത്തു. അവർ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം, നിങ്ങൾ വർഗീയതയെ നിർവചിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വർഗീയത നിർവചിക്കാതിരിക്കുക എന്നുള്ളത് ഇന്ത്യൻ ദേശരാഷ്ട്രം ന്യൂനപക്ഷങ്ങളോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിംസയാണ്. അവർ വർഗീയത ഒരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ വാക്കിനുള്ളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഈ വാക്കിനുള്ളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുമെന്ന് തീരുമാനിക്കുന്നത് അധികാരമാണ്. അവർക്ക് ഒരു ഘട്ടത്തിൽ തോന്നുകയാണ് ഇതാണ് വർഗീയതയുടെ അർത്ഥമെന്ന് പറയുകയും അത് വെച്ചുകൊണ്ട് ആരെ വേണമെങ്കിലും ഒരു നിർവചനത്തിൽ ഒതുക്കാൻ അവർക്ക് കഴിയുന്നു. ഇതാണ് ആ കാലഘട്ടത്തിലെ ദേശീയോദ്ഗ്രഥന സമിതിയിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചോദ്യം ചെയ്തത്. നിങ്ങൾ വർഗീയത നിർവചിച്ചിട്ടില്ല. ശ്രീ KKP അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇവർ വർഗീയതയെ നിർവചിക്കാതെ എല്ലാതിനെയും മറ്റുള്ള പറയുന്നു എൻ്റെ ഉള്ളിലുള്ളത്, എൻ്റെ ഉള്ളിലില്ലാത്തതും നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഈ ലേഖനത്തിൽ ഈ പുസ്തകത്തിലുള്ള ലേഖനത്തിന്റെ പേര് തന്നെയാണ് എൻ്റെ ഉള്ളിലില്ലാത്തതും നിങ്ങളുടെ ഉള്ളിലുള്ളതുമാണ് വർഗീയത. അപ്പോൾ ഏത് സമയത്തും വർഗീയവാദി ആവാതിരിക്കാൻ എനിക്ക് കഴിയും, ഏത് സമയത്തും നിങ്ങളെ ഒരു വർഗീയവാദിയാക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യും. കാരണം വർഗീയതയുടെ അർത്ഥം തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ ഇങ്ങനെ അധികാരം വർഗീയതയുടെ അർത്ഥം തീരുമാനിച്ചുകൊണ്ട് ആരൊക്കെയാണ് അത് പുറത്താക്കുന്നത്? അത് ദേശരാഷ്ട്രങ്ങളിൽ നിന്നും അത് എല്ലാ തരത്തിലുള്ള അധികാരങ്ങളിൽ നിന്നും കീഴാളരെ പുറത്താക്കുന്നു. ഗാന്ധിയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ലേഖനമുണ്ട്. ഗാന്ധി യഥാർത്ഥത്തിൽ ഗാന്ധിയിൽ നിന്ന് പുറത്തേക്ക് പോയത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഗാന്ധിയുടെ പഠനങ്ങളിൽ നിന്നും ഗാന്ധി പഠിപ്പിച്ചതിൽ നിന്നും നാം മാറി നടന്നത് കൊണ്ടാണോ ഇന്ത്യൻ ദേശരാഷ്ട്രം തകർന്നു വീണത് എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണം ഗാന്ധിയിൽ നിന്ന് നാം അകന്നു പോയതാണോ എന്ന ചോദ്യത്തിന് KKP പറയുന്ന ഉത്തരം അത് കീഴാള രാഷ്ട്രീയത്തെ അട്ടിമറിച്ചതുകൊണ്ടാണെന്നാണ്. ഗാന്ധിയിൽ നിന്ന് മാറി നടന്നതുകൊണ്ടല്ല നാം ഇന്ന് കാണുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾ നടക്കുന്നത്, മറിച്ച് കീഴാള ഉണർവുകളെ, കീഴാള രാഷ്ട്രീയത്തെ അട്ടിമറിക്കുന്നതിലൂടെയാണ് ഇന്ന് ഫാസിസം ശക്തമായിട്ടുള്ളത്. അങ്ങനെ കീഴാള രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ അട്ടിമറിക്കപ്പെട്ടത്, എങ്ങനെയാണത് ഫാസിസത്തിന് കാരണമായത് തുടങ്ങിയ കാര്യങ്ങളും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം ഇന്ത്യൻ ദേശരാഷ്ട്രം രണ്ട് വിഭാഗങ്ങളെയാണ് പുറത്തു നിർത്തുന്നത്, വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളെയാണ് പുറത്തു നിർത്തുന്നത്. ഒന്ന് കീഴാളരായിട്ടുള്ള മനുഷ്യരെയാണ്, കീഴാളരായിട്ടുള്ള സമുദായങ്ങളെയാണ്. മറ്റൊന്ന് ന്യൂനപക്ഷ സമുദായങ്ങളെയാണ്. കീഴാളരായ സമുദായങ്ങളെ വർഗീയത തുടങ്ങിയ ഇതിലൂടെ കീഴാളരായും ന്യൂനപക്ഷങ്ങളെയും വർഗീയത തുടങ്ങിയ തുടങ്ങിയ വാക്കുകളുടെ പുറത്ത് നിർത്തുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രയോഗം. ഈ പ്രയോഗവും ഇതുപോലെ തന്നെ അർത്ഥങ്ങൾ എല്ലായ്പ്പോഴും നീട്ടിവെക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അർത്ഥങ്ങൾ കൊടുക്കാവുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അർത്ഥം നൽകാവുന്ന ഒന്നായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാൻ ഈ പറയുന്ന നമ്മളുടെ ദേശരാഷ്ട്ര ഘടനയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമി മാറുന്നു. മറ്റൊന്നാണ് മതരാഷ്ട്രവാദം. ഈ പുസ്തകം മുന്നോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ചാണ്. ഇന്ന് ഇന്ത്യൻ സ്റ്റേറ്റിനെ ഇന്ന് നിർവചിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫാസിസ്റ്റ് സ്റ്റേറ്റിനെ ഫാസിസം എന്ന് പോലും വിളിക്കുന്നില്ല, സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടത്തെ നാം ഇന്ന് നിർവചിക്കുന്നത്, പ്രത്യേകിച്ചും ഇടതുപക്ഷം പോലെയുള്ള ആളുകൾ നിർവചിക്കുന്നത് ഇതൊരു മതരാഷ്ട്രമാണെന്നാണ്. ഈ പുസ്തകം അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊരു മതരാഷ്ട്രമാണോ? ഇതൊരു മതരാഷ്ട്രമാവാൻ സാധ്യതയുണ്ടോ? KKP പറയുന്നുണ്ട് ഇതൊരു മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സാധ്യത ഇതിന്റെ ആശയപരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു മതരാഷ്ട്രമാവാൻ ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കുമെന്നുള്ള കാര്യം വളരെ രസകരമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊരു മതരാഷ്ട്രമായി ഏതെങ്കിലും ഒരു
മുസ്ലിം സംഘടനയ്ക്ക് ഇന്ത്യൻ ഭരണകൂടം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നതിലൊരു പാരഗ്രാഫിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രായോഗിക പ്രശ്നം മാത്രമാണ്. മറിച്ച് ഇത് എങ്ങനെയാണ് ഇതൊരു പ്രത്യയശാസ്ത്രപരമായി നമ്മളെ ആക്രമിക്കുന്നത്, മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതെന്ന് മറ്റു രീതിയിലും KKB ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണകൂടത്തെ മതരാഷ്ട്രം എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ മതരാഷ്ട്രമെന്ന് വിളിക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളുടെ വായടപ്പിക്കാൻ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിലനിൽക്കുന്നത് ഒരു മതരാഷ്ട്രമല്ല, മറിച്ച് ജാതികൾ വേർതിരിച്ചിട്ടുള്ള, സമുദായങ്ങളെ കൊണ്ട് വേർതിരിച്ചിട്ടുള്ള, യാതൊരു തരത്തിലുള്ള ഏകീകരണത്തിനും സാധ്യതയില്ലാത്ത ഹൈന്ദവ ഏകീകരണം എന്ന് പറയുന്ന, സ്ഥിരമായി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ഏകീകരണം എന്ന് പറയുന്ന ആ ഫ്രെയിമിനെ ഒരു തരത്തിലും സാധ്യമല്ലാത്ത ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. ഇതൊരു സവർണ ആധിപത്യ ഭരണകൂടമാണ്. ഈ സവർണ ആധിപത്യ ഭരണകൂടത്തെയാണ്, ജാതി അടിസ്ഥാനത്തിലുള്ള സവർണ ഭരണകൂടത്തെയാണ് നാം മതരാഷ്ട്രവാദം എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതിന് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിൽ ഒന്ന്, അത് മറുഭാഗത്ത് ഒരു മുസ്ലിം അപരത്തെ നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഈ മതരാഷ്ട്രവാദം എന്ന് ഇപ്പുറത്ത് വിളിക്കുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാനുള്ള ആഖ്യാനത്തിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് ഫാസിസ്റ്റ് സ്റ്റേറ്റിനെ നിർവചിക്കുമ്പോൾ, മറുഭാഗത്ത് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ നിർണയാവകാശത്തെ, മുസ്ലിങ്ങളുടെ സംഘാടനത്തെ, മുസ്ലിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും തടയാൻ സാധിക്കും. ഇതാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആഖ്യാനം സൃഷ്ടിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ പലതരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ചലനങ്ങളെയും ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഒറ്റൊറ്റ ലേഖനങ്ങളായാലും ഈ ലേഖന സമാഹാരം സഹായിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവിയിലെ ഉണ്ടായി വരേണ്ടത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം, ഇത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു പ്രധാന രാഷ്ട്രീയം ഈ പുസ്തകം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഭാവി ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നിൽക്കുന്ന മതേതരം എന്ന് പറയുന്ന പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഗാന്ധിയെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച്, സാമുദായികതയെക്കുറിച്ച്, മതത്തെക്കുറിച്ചൊക്കെയുള്ള, നേരത്തെ മതത്തെക്കുറിച്ച് അരുൺ പറയുകയുണ്ടായി. ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മതം എന്ന് പറയുന്നത് സാധാരണഗതിയിലെ ഒരു സവർണ ആഭിമുഖ്യമുള്ള മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ രൂപമാണ്. എന്നാൽ നാം കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മതം എന്ന് പറയുന്നത് ഒരു അധികാര വിമർശനത്തിന്റെ ഭാഗമാണ്. മതം അടിസ്ഥാനപരമായും ഒരു അധികാരത്തെ വിമർശിക്കുകയാണ്. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നാം പരിശോധിക്കുകയാണെങ്കിൽ, ഏകദൈവ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് സൃഷ്ടാവിന് മുന്നിൽ സൃഷ്ടികൾ താഴെയാണെന്നാണ്. സൃഷ്ടാവിന് മുന്നിൽ എല്ലാ സൃഷ്ടികളും താഴെയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സൃഷ്ടിയിലുള്ള ഈ നാം കാണുന്ന ഒരു ചരാചരങ്ങളൊന്നും തന്നെ ദൈവത്തോളം ഉയർന്നതല്ലെന്നാണ്. അത് പണത്തെ ദൈവമാക്കുന്നതിന് അനുവദിക്കുന്നില്ല, അത് രാജാവിനെ ദൈവമാക്കുന്നതിന് അനുവദിക്കുന്നില്ല, അത് അധികാരത്തെ ദൈവമാക്കുന്നതിന് അനുവദിക്കുന്നില്ല, അത് നാം കാണുന്ന ഒന്നിനെയും ദൈവമാക്കാൻ അത് അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം അടിസ്ഥാനപരമായും ഒരു അധികാര വിമർശനമാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഗുരുവിനെ കുറിച്ചാണ് കുറച്ചുകൂടി പഠിച്ചിട്ടുള്ളത്. ഗുരുവിനെ കുറിച്ചുള്ള പഠനങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കൃതികളും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതേ അധികാര വിമർശനമാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരു ദൈവത്തെ കാണുന്നത്, ദൈവത്തിന് മുന്നിൽ ഗുരു സ്വയം മനസ്സിലാക്കുന്നത് ഒരു അടിമയായിട്ടാണ്. അദ്ദേഹത്തിന്റെ പല കൃതികളിലും അത് പറയുന്നുണ്ട്. ഞാനൊരു പിച്ചക്കാരനാണ്, അദ്ദേഹം സ്വയം പറയുന്നത്, സ്വയം അദ്ദേഹം ആവിഷ്കരിക്കുന്നത് താനൊരു പിച്ചക്കാരനാണെന്നാണ്, അല്ലെങ്കിൽ അടിമയാണെന്നാണ് സ്വയം ആവിഷ്കരിക്കുന്നത്. കാരണം സൃഷ്ടാവിന് മുന്നിൽ താനൊരു അടിമയാണ്, അടിമ സമാനമായ മനുഷ്യനാണ്. അതിനർത്ഥം ഈ അടിമയായിരിക്കുന്നത് സൃഷ്ടാവിന് മുന്നിൽ മാത്രമാണെന്നാണ് അതിനർത്ഥം. അതായത് ദൈവവിശ്വാസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ദൈവശാസ്ത്രം, പലതരം ദൈവശാസ്ത്രമുണ്ട്. ഇതിൽ ഈ വിമോചനപരമായ ദൈവശാസ്ത്രങ്ങളൊക്കെ അധികാരത്തിന്റെ വിമർശനമായിട്ടാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തെ മനസ്സിലാക്കുന്ന ഒരു അധികാര വിമർശനത്തിന്റെ ഭാഗമായിട്ടാണ്. ഗുരുവിന്റെ ദൈവശാസ്ത്ര പദ്ധതി ഇതിന് രണ്ടിനും ഇടയിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗുരു ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ, ഞാൻ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുരു ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു
ബിംബാരാധനയാണോ അതോ ഗുരു ബിംബാരാധന നടത്തുന്ന ആളാണോ, ബിംബാരാധനയ്ക്കെതിരുള്ള ആളാണോ? ഈഴവരെ ഏറ്റവും കൂടുതൽ കുഴക്കിയിരുന്ന ഒരു പ്രശ്നമാണ്. ഇത് സൂചിപ്പിക്കാൻ കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ മതത്തെ ഒരു പുരോഗമനാത്മകമായ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സംഗതിയായി ഈ കൃതിയിലെ പല സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാമെന്നുള്ളതുകൊണ്ടാണ്. ഗുരുവിന്റെ കാര്യത്തിൽ ഗുരുവിന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഗുരു ഒരു ബിംബാരാധന വിരുദ്ധനാണോ അതോ ബിംബാരാധന അനുകൂലിയാണോ? ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഈഴവരുടെ കാര്യത്തിൽ 30കളിലും 20കളിലൊക്കെ ഈഴവർക്കിടയിൽ നടന്ന ഏറ്റവും വലിയ ഒരു തർക്കം ബിംബാരാധന വേണമോ വേണ്ടോ എന്നുള്ളതാണ്. ഗുരു ബിംബാരാധനയുടെ അനുകൂലിയായിട്ടാണ് വരുന്നത്. പക്ഷെ അതിനർത്ഥം ഗുരുവിന്റെ ബിംബാരാധന നാം വിചാരിക്കുന്നത് പോലെ ഒരു ബിംബാരാധനയാണോ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ശിവഗിരിയിലെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തെ ദൈവമായി കാണുന്ന ഒരാള് അവിടെ ഒരു വേല് സ്ഥാപിച്ചിരുന്നു. ആ വേലെടുത്ത് വേല് എന്ന് പറയുന്ന കുന്തം, ഇത് എടുത്തു മാറ്റിയിട്ട്, സുബ്രഹ്മണ്യന്റെ കുന്തമാണത്, ഇത് എടുത്തു മാറ്റിയിട്ട് ഒരു ചെരുപ്പ് അവിടെ സ്ഥാപിച്ചു. വേലിന് പകരം ഒരു ചെരുപ്പ് സ്ഥാപിച്ചു. അപ്പോൾ ഗുരുവിനോട് ഗുരു ചോദിച്ചു, എന്തിനാണ് വേലെടുത്ത് മാറ്റിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേലെടുത്ത് മാറ്റിയത് ഞാൻ ഗുരുവിനെയാണ് ദൈവമായി കാണുന്നത്, അതുകൊണ്ടാണ് ഗുരുവിന്റെ ചെരുപ്പ് ഞാൻ വെച്ചത്. അപ്പൊ അടുത്ത ചോദ്യം, ചെരുപ്പ് ഞാനാവാമെങ്കിൽ എന്നാൽ വേലും ഞാനായിക്കൂടി എന്നാണ് അടുത്ത ചോദ്യം അദ്ദേഹത്തിന്റെ ചോദ്യമായി വന്നത്. ഗുരുവിന്റെ ക്ഷേത്രങ്ങൾ നാം പരിശോധിച്ചാൽ കൊമ്പ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് കലമാന്റെ കൊമ്പ്. കലമാൻ എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. ആ ജീവിയുടെ കൊമ്പ് എന്ന് പറയുന്ന ഒരു മൃതശരീര ഭാഗമാണ്. അത് അദ്ദേഹം ഒരു പ്രതിഷ്ഠയായി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു പ്രതീകം മാത്രം. അത് ഗുരു നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ബിംബങ്ങളും ഒരു പ്രതീകം മാത്രം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഈ അടിസ്ഥാനപരമായി ഗുരു പറയുന്നത് ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിംബാരാധന വിരുദ്ധനാണോ ബിംബാരാധന അനുകൂലിയാണോ കൃത്യമായി പറയാൻ പറ്റാത്തതുപോലെ ഉള്ള ഒരു സ്ഥലത്താണ് ഗുരു വിശ്വാസികളെ കൊണ്ട് നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ മതത്തെ ഒരു അധികാര വിമർശനമായി മുന്നോട്ട് പോകാനാണ് ഗുരു ഉദ്ദേശിച്ചത്. KKBയുടെ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ മതത്തെ ഈ രീതിയിലെ ഒരു അധികാര വിമർശനത്തിന്റെ ഭാഗമായും ഒരു സാമൂഹ്യശാസ്ത്രപരമായി മതത്തെ മനസ്സിലാക്കുന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് KKBയുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഇസ്ലാമോഫോബിയുടെയൊക്കെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടന്നു വന്നതിന് ശേഷം, അതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, മതത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ, മതത്തെ സാമൂഹ്യശാസ്ത്രപരമായി മനസ്സിലാക്കാതെ ഇസ്ലാമോഫോബിയ മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ് ഒരു മാർക്സിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത്. ഈ പുസ്തകത്തിനോടും KKBയോടുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടങ്ങളിൽ ഒന്ന്, മതത്തെ സാമൂഹ്യശാസ്ത്രപരമായി മനസ്സിലാക്കാൻ ഞാൻ പഠിക്കുന്നതും ഞാൻ വിശ്വാസം അർപ്പിച്ചതും ശ്രീ KKBയെ പോലുള്ള KKBയുടെ എഴുത്തുകളാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ KK കൊച്ചിന്റെയൊക്കെ എഴുത്തുകളാണ്. കാരണം മതത്തെ ഞാൻ എനിക്ക് 22 കൊല്ലത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മതത്തെ എങ്ങനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു മാർക്സിസ്റ്റ് എന്ന രീതിയിൽ വലിയ ശക്തമായ ഒരു തീരുമാനമുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്കൊന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത രീതിയിൽ മാർക്സിസ്റ്റുകളുടെ മതത്തെക്കുറിച്ചുള്ള ആലോചന നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സാമുദായികതയെ മനസ്സിലാക്കാൻ മതത്തെ മറ്റൊരു രീതിയിൽ തന്നെ വായിക്കേണ്ടതുണ്ട് എന്ന് KKBയുടെ പല എഴുത്തുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കൃതിയും ഈ മതത്തെ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ലേഖനങ്ങൾ ധാരാളം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതായത് ഈ ലേഖനങ്ങളിൽ ഒരു അടരായി, ഒരു പ്രതലമായി, ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒന്നായി മതത്തെക്കുറിച്ചുള്ള ചർച്ചകളും മതത്തെക്കുറിച്ചുള്ള ധാരണകളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തെ, ഇനി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ, ഒരു ദൈക്ഷണിക വ്യവഹാരങ്ങളെ നിർണയിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത് വേണ്ടത്ര രീതിയിൽ വായിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല KKBയെ പോലെയുള്ള ചിന്തകർക്ക്, എഴുത്തുകാർക്ക് ആവശ്യമായ തരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്നല്ലാതെ, ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള അല്ലാതെ ഇതര വിഭാഗങ്ങൾ KKBയെ പോലുള്ള ആളുകളുടെ കേൾക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആളുകളെ കൂടി, ഇത്തരം ആളുകളെ കൂടി അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ രാഷ്ട്രീയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിൽ നിന്ന് ഒരു വിമോചനാത്മകമായ ഒരു ലോകം
ത്തെക്കുറിച്ച് ഭാവന സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകം ഇനിയും കൂടുതൽ ആ രീതിയിലുള്ള ആളുകൾ, മുസ്ലിം സമൂഹം കുറേയൊക്കെ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും അതിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ കൂടുതൽ ആളുകൾ വായിക്കട്ടെ. അങ്ങനെ വായിക്കാത്തിടത്തോളം കാലം നമുക്കൊരു മോചനം സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അതുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു അവസരത്തിൽ സംസാരിക്കാൻ അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.